വ്യത്യാസം 100 കോടി രൂപ ഇതിലെ എലി തിന്നതാണോ പാമ്പ് കടിച്ചോണ്ട് പോയോന്ന് അറിയത്തില്ല. എന്നാ കുരക്കലായിരുന്നു. പട്ടി കുരയ്ക്കുന്നതിലും ഭയങ്കരമായിട്ട് വണ്ടി നല്ല ഭംഗിയാക്കുന്നില്ല, വെറും ഗ്യാസാ. കാരണം നിങ്ങൾ എന്നാ പറഞ്ഞാലും കൈയടിക്കും, ശരിയാന്ന് പറയും. ഇപ്പൊ നിങ്ങളാണെങ്കിലും നല്ല വിവരമുണ്ട്, നിങ്ങൾ ചുറ്റും ഇരിക്കുന്ന ഞങ്ങളെല്ലാം തിരുമണ്ടന്മാരാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ. ഗണേഷ് കുമാറിന് ചിന്താശക്തി ഇല്ലെന്നാണ്. ഗണേഷ് എന്നെ സംബന്ധിച്ച് എനിക്ക് രാഷ്ട്രീയമില്ല. ഇദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടോ? എനിക്ക് രാഷ്ട്രീയം പെർമിറ്റ് ഇല്ല, റൂട്ടില്ല, ഫെയർ സ്റ്റേജ് ഇല്ല, ഫെയർ ലിസ്റ്റ് ഇല്ല, ഒന്നുമില്ല. മുടിയാതെ തമ്പി, മുടിയാതെ തമ്പി. കാരണം നമ്മൾ മാതൃഭൂമിയിൽ റോബിൻ മാതൃക എന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥ മാതൃക എന്ന് അതിനകത്ത് പറയേണ്ടത്. ചൊവ്വ ബുധൻ വ്യാഴം ആള് കുറവുള്ളതുകൊണ്ട് അന്ന് കൂടുതൽ ആൾക്കാരെ ഇത് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കാം, അത് നല്ല കാര്യം. അപ്പൊ കൂടുതൽ ആളുള്ള ദിവസമായ വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ഈ 4 ദിവസം 30% കൂട്ടുന്നു. എന്നാൽ 15% കുറയ്ക്കാം. അത് ആ 15% കുറച്ചാൽ 15% കൂട്ടിയാൽ പോരെ? അല്ല, അവിടെ 30% വേണം. റോബിൻകാർ ചാർജ് കൂടുതലും മേടിക്കുന്നുണ്ട്. അപ്പൊ ആരാ ഈ പണി കാണിക്കുന്നത്? നമ്മൾ നിർത്താൻ റെഡിയാ, പക്ഷെ ജനത്തിന് മാന്യമായ യാത്രാ സൗകര്യം കൊടുക്കാവുന്ന തന്നെ ഉണ്ടെങ്കിൽ AC വണ്ടിക്കും GST എടുക്കണമെന്നാണ് നിയമം. AC വണ്ടി ആക്കി കഴിഞ്ഞാൽ GST എടുത്ത് അതിന്റെ കളക്ഷൻ, ഇല്ലെങ്കിൽ GST അന്വേഷിച്ച് നോക്കാം. 5% 6% GST കളക്ട് ചെയ്യണം ഓരോ ടിക്കറ്റിനും. ഈച്ച് ടിക്കറ്റിന് GST കളക്ട് ചെയ്യണം. KSRTC എവിടെയാണ് ഇത് കളക്ട് ചെയ്യുന്നത്? ചെറിയ സാധനമല്ല, കോടാനുകോടികളുടെ അഴിമതിയാണ് നടക്കുന്നത്. ചോദ്യം ചെയ്യുന്നവൻ്റെ മകനാ അല്ലെങ്കിൽ മകളാ എന്ന് പറയും. അപ്പം ഇത് ആരും ചോദ്യം ചെയ്യല. ഇതൊരു വലിയ വ്യവസായമാണ്. നമ്മൾ ആരും ഉദ്ദേശിക്കുന്ന വ്യവസായമാണ്. കട്ടോട്ടെ, നേരം വെളുക്കോളം കാക്കരുത്, കട്ടിട്ട് പോക്കോട്ടെ. പക്ഷേ ഇത് ബസ്സുകാരെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സുകാരെ പിടിക്കാൻ നിയമം ഉണ്ടാക്കാൻ വരുമ്പോൾ ഇവർ ചെയ്യേണ്ടത് എപ്പോഴും ആദ്യം ഇവർ കറക്റ്റ് ആകട്ടെ. ആന്റണി രാജു എന്ന് പറയുന്ന മന്ത്രി ഇറങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ ഇവിടെ 4-5 പേരെ KSRTC അഡ്വൈസറി ബോർഡിലേക്ക് എടുത്തു. ഒരു തൊഴിൽ ചെയ്തിട്ടില്ല. ഇതെല്ലാത്തിനും പ്രാപ്തനാണ് എന്ന് പറയുന്ന കുറച്ച് സ്വയം പൊങ്ങികളായത്. ഇവനൊക്കെ ഏതെങ്കിലും ഒരുത്തരം ഒരു സർവീസ് നടത്തി, ഇല്ലെ പൊതുജനത്തിന് ഉപകാരമുള്ളൊരു കാര്യം ചെയ്തതായിട്ട് പറയട്ടെ. അവരെ KSRTC കൊണ്ട് അങ്ങ് ചെയ്യിപ്പിക്കുന്നു. സ്വകാര്യ ബസ് ഇപ്പൊ എനിക്കിട്ട് ചെയ്യാൻ ഇനി വന്നാൽ എനിക്ക് വേറെ ഇതില്ലല്ലോ, ഓൾ ഇന്ത്യ പെർമിറ്റില്ലേ ഉള്ളൂ. അതും നടപടിയില്ല, അങ്ങനെ നിയമമില്ല. എന്നാ കുരക്കലായിരുന്നു. പട്ടി കുരയ്ക്കുന്നതിലും ഭയങ്കരമായിട്ട് വണ്ടി നല്ല ഭംഗിയായി. ഒരാളെ ഒരു കുറ്റത്തിന് ഒരു ദിവസം ഒരു പ്രാവശ്യം പിടിക്കും. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഒരു അറിവില്ലായ്മയാണ് പറഞ്ഞത്. ഒരാള് 10 പേരെ കൊന്നു, അവൻ കൊന്നവനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. 10 തവണ തൂക്കിക്കൊല്ലു, വീണ്ടും തൂക്കിക്കൊല്ലാൻ. അധപ്പതനത്തിന്റെ ലക്ഷണമായി ഇമാരി കാണിച്ചത് മുഴുവൻ. അത് ഇവരുടെ വെടിപ്പുകേടാ, എന്തുവാട്ടെ. പക്ഷെ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞപ്പോഴല്ലേ പുറത്തോട്ട് പോകും. ആ സ്ഥാനത്ത് MVD എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? 2 ടൈപ്പ് ബസ്സേ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. 1 സ്റ്റേജ് കാരേജ്, 2 കോൺട്രാക്ട് കാരേജ്. വേറെ ഒരു ബസ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നില്ല. ഇപ്പോൾ റോബിൻ ഗിരീഷ് തന്നെ കോയമ്പത്തൂർ കണ്ടുപിടിച്ചു, കൊളംബസ് അല്ലേ? കോയമ്പത്തൂർ കണ്ടുപിടിച്ച റോബിൻ ഗിരീഷ് സ്കൂൾ റിലേറ്റ് ചെയ്തിട്ട് അത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. ഞാൻ ഒരു സ്കൂളിനെ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ഒരു സ്കൂളല്ല, ഇന്ന് കേരളത്തിൽ സ്കൂൾ ബസ്സുകളുള്ള എല്ലാ സ്കൂളുകളുടെയും നിലയാണ്. ആ സ്കൂളുകളുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ് സ്കൂൾ ബസ്. കാരണം ഫീസിനെക്കാട്ടിലും കൂടുതൽ വണ്ടിക്കൂലിയാണ് കൂടുതലാകുന്നത്. അത്രയും സ്കൂൾ ബസ്സുകൾ ഇവിടെ ഉണ്ട്. സ്കൂൾ ബസ് എന്തിനാണ് ഉണ്ടായത്? ഈ പ്രൈവറ്റ് ബസ്സുകളിൽ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ തിങ്ങിക്കയറി പോയിട്ട് ഇത് എന്നും വണ്ടിക്കാരുമായിട്ട് അടിയും ബഹളവും എല്ലാമാണ്. അപ്പം ഈ പിള്ളേർ ആ വണ്ടിക്കാരുമായിട്ടുള്ള അലമ്പുകൾ കുറയാൻ വേണ്ടി ഗവൺമെൻറ് ഒരു ടാക്സ് സ്ട്രക്ചറിൽ മാറ്റം വരുത്തിക്കൊണ്ട്, നമ്മളിപ്പോൾ ഇത്ര നാളും നമ്മുടെ MVD-കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഓർക്കുന്നുണ്ടല്ലോ, ഇവിടെ 2 ടൈപ്പ് വണ്ടിയേ ഉള്ളൂ, സ്റ്റേജ് കാരേജും കോൺട്രാക്ട് കാരേജും മാത്രമേ. എന്നാൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചു. ഓക്കെ, അടുത്തത് പറയാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് എന്നും പറഞ്ഞൊരു സാധനം കൂടെ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ആ സാധനത്തിന് ഇവിടെ സർക്കാർ ടാക്സ് ഫ്രീ കൊടുത്തു. ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ ഒരു വർഷം ടാക്സ് അടയ്ക്കുന്ന പറഞ്ഞാൽ 1,20,000 രൂപ
ഒരു പ്രൈവറ്റ് ബസ്സുകാരനായിരുന്നു. പ്രൈവറ്റ് ബസ്സുകാരനാണ്. ഒരു ക്വാർട്ടർ 30,000 രൂപ വെച്ചല്ലേ? ഒരു ക്വാർട്ടർ 30,000 രൂപ വെച്ച് 30 വെച്ച് കൂട്ടിയാൽ 1,20,000. 1,30,000 അടയ്ക്കുന്നുണ്ട്. ഏതാണ്ട് 1,30,000 രൂപയോളം അടയ്ക്കുന്നുണ്ട് ഒരു വർഷം. ആ സ്ഥാനത്ത് ഇത്രയും സീറ്റുള്ള ഇതേ വണ്ടി മഞ്ഞ പെയിന്റ് അടിച്ച് ഈ സ്കൂളുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്താൽ അവർക്ക് ഓടാവുന്ന എത്രയ്ക്കാണെന്നറിയോ? വെറും 9,000 രൂപ അടച്ചാൽ മതി ഒരു വർഷത്തേക്ക്. വെറും 9,000 രൂപ. സ്കൂൾ പ്രൈവറ്റ് വണ്ടിയാണെങ്കിൽ 1,30,000 രൂപ അടച്ചിട്ട് വേണം ഈ പിള്ളേരെയും കൺസ്ട്രക്ഷൻ പിടിച്ച് കയറ്റിക്കൊണ്ട് പോകേണ്ടത്. വെറും 9,000 രൂപ അടയ്ക്കുന്ന സ്കൂൾ ബസ്സുകാരൻ ഇതൊന്നുമില്ലാതെ ഇഷ്ടമല്ല. അവർക്ക് ഫെയർ സ്റ്റേജ് ഇല്ല, ഫെയർ ലിസ്റ്റ് ഇല്ല, റൂട്ടില്ല, പെർമിറ്റ് ഇല്ല. അപ്പോൾ ഒരു മാസം ഒരു കുട്ടി ഒരു ബസ്സിൽ കയറി പോകണ എത്ര രൂപ? അല്ല, ഇപ്പം ഉദാഹരണം ഒരു 7 കിലോമീറ്റർ ദൂരത്തിലേക്ക് പോകണമെങ്കിൽ 15 രൂപ. 15 രൂപ. ഓക്കെ, 7 കിലോമീറ്റർ പോകുന്നതിന് 15 രൂപ ബസ് ചാർജ്. ആ സ്ഥാനത്ത് ഒരു കുട്ടി പോകണമെങ്കിൽ 1 രൂപ കൊടുത്താൽ മതി. 1 രൂപ കൊടുത്താൽ മതി. ഓക്കെ, 1 രൂപ. അപ്പോൾ 1 രൂപ എന്നുള്ളത് ഒന്ന് കൂട്ടിക്കോ, എത്രയാണ്? 7 പൈസ ഉള്ളൂ. അല്ല, സോറി, 7 15 കാരണം 1 രൂപ കൊടുത്താൽ മതി. 14 രൂപ അവന് ലാഭമാണ്. അങ്ങനെ 7 രൂപ, അങ്ങനെ ആ 7 കിലോമീറ്റർ പോകുന്നൊരു കുട്ടിക്ക് 1 രൂപ വെച്ച് കൊടുത്താൽ അങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് 2 രൂപയാണ് ഒരു ദിവസത്തെ അവൻ്റെ മുടക്ക്. അവൻ ഫുൾ ടിക്കറ്റ് എടുത്ത് പോയാൽ 15 30 രൂപയേ ഉള്ളൂ. 30 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം ഏറ്റവും കൂടി വന്നാൽ സെക്കൻഡ് സാറ്റർഡേ എല്ലാം ഒഴിവാക്കി കഴിഞ്ഞ് 24 ദിവസം അല്ലെങ്കിൽ 25 ദിവസം ഉണ്ടെന്ന് കൂട്ടിക്കും. 30 രൂപ കൊടുക്കുന്ന വണ്ടിക്ക് 30 രൂപ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഒരു കുട്ടിക്ക് 750 രൂപ ആകത്തുള്ളൂ. ആ സ്ഥാനത്ത് സ്കൂൾ ബസ് മേടിക്കുന്ന എത്രയാണെന്നറിയോ? 3000 രൂപ. ഒരു പുറത്ത് ഓടുന്ന 1,30,000 രൂപ ടാക്സ് അടച്ചോടുന്ന വണ്ടിയിൽ ഒരു കുട്ടി 24 ദിവസം അല്ലെങ്കിൽ 25 ദിവസം പോവുകയാണെങ്കിൽ 750 രൂപ. അല്ല, ഫുൾ ടിക്കറ്റ് എടുത്ത് പോയല്ല 750. ആ ഫുൾ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത് വെറും 1-2 രൂപ. ഇതിനകത്ത് രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സബ്സിഡി കൊടുത്തത്, അതായത് 1,30,000 രൂപ പ്രൈവറ്റ് ബസ്സിന് ടാക്സ് കൊടുക്കുമ്പോൾ 9,000 രൂപയ്ക്ക് സ്കൂൾ ബസ്സുകൾക്ക് സബ്സിഡി കൊടുത്തത് കുട്ടികളെ പുനരുദ്ധരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആ വണ്ടിക്കകത്ത് 10 സീറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് 1,500 പിള്ളേരെ ഇടിച്ചു കയറ്റും. അപ്പം ഇത് കുട്ടികൾക്ക്, ഇവിടുത്തെ പഠിക്കുന്ന കുട്ടികളുടെ പഠനത്തിന് സഹായമായി ചെറിയ രീതിയിൽ പണം ബൂസ്റ്റപ്പ് കൊടുത്ത് സർക്കാരിൻ്റെ സബ്സിഡിയോടുകൂടി കുട്ടികൾക്ക് ഈസി ആയിട്ട് പോയി പഠിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തതാണ്. കേരളത്തിൽ എത്ര സ്കൂളുണ്ടെന്നറിയാമോ? എയ്ഡഡ് സ്കൂളുകൾക്കാണ് ഏകദേശം 25,000 സ്കൂളുണ്ട് കേരളത്തിൽ. 25,000 കുറയത്തില്ല. 25,000 സ്കൂളുകളിലും ബസ്സുകളുണ്ട്. ഈ ബസ്സുകൾ അനുസരിച്ച് ഇദ്ദേഹം പറഞ്ഞ പോലെ 2 രൂപ വെച്ചിട്ട് 25 ദിവസം യാത്ര ചെയ്താൽ ഒരു കുട്ടിക്ക് ഒരു മാസം ഈ ബസ്സൊക്കെ സാധാരണ ലൈൻ ബസ്സേ കയറി, നമ്മളൊക്കെ ലൈൻ ബസ്സേല പോയിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻ ബസ്സേ കയറി പഠിക്കുന്ന കുട്ടിക്ക് ഒരു മാസം 50 രൂപയാകത്തുള്ളൂ. ആ സ്ഥാനത്ത് ഗവൺമെൻറ് സബ്സിഡിയോടുകൂടി പിന്നെ സർക്കാർ 1,30,000 രൂപ സബ്സിഡി കൊടുക്കുന്ന ഈ ബസ്സിൽ കയറി പോയാൽ 2,000 രൂപ മുതൽ 3,000 രൂപ വരെയാകും. കൊള്ളയാണ്. 2,500 ഇത് വലിയ കൊള്ളയാണ്. ഇത് കാരണം എന്തിനാണ് സബ്സിഡി കൊടുക്കുന്നത്? കുട്ടികൾക്ക് തീരെ ചെറിയ ചെലവിൽ കുട്ടികൾക്ക് പോയി പഠിക്കും. സ്കൂളിൽ ST കൊടുത്ത് പ്രൈവറ്റ് ബസ്സിൽ പോകുന്നതിനേക്കാൾ സെക്യൂറായിട്ട് അതിൽ ലാഭത്തിൽ പോകാൻ വേണ്ടിയിട്ട് സർക്കാർ സബ്സിഡി കൊടുക്കുന്ന സംഗതിയാണിത്. അങ്ങനെ സബ്സിഡി കൊടുക്കുമ്പോഴാണ് 50 രൂപയ്ക്ക് പോകേണ്ട സാധനത്തിന് 2,500 2,000 രൂപ ഒരു ദിവസം ആ കുട്ടി എത്ര രൂപ വെച്ചാണ് കൊടുക്കുന്നത്? 104 രൂപ 105 രൂപ വെച്ച് കൊടുക്കുന്നത്. 105 രൂപ വെച്ച് കൊടുക്കുന്ന കൊച്ച് ബസ്സേ പോവാണെങ്കിൽ ഫുൾ ടിക്കറ്റ് കൊടുത്ത് പോവാണെങ്കിൽ 750 രൂപ ഉള്ളൂ. ബാക്കി പൈസ കൊണ്ട് പുട്ടടിച്ച് കറങ്ങി കിടക്കാം. ഈ സബ്സിഡി മേടിച്ചിട്ട് ഈ പിന്നെ ST കൊടുത്ത് പോകുന്ന 2 രൂപയ്ക്ക് പകരം ഫുൾ ടിക്കറ്റ് എടുത്ത് പോകുന്ന 30 രൂപയ്ക്ക് പകരം 100 രൂപ മേടിക്കുന്നത്. ഇത് വലിയ കൊള്ളയാ. അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞ് നിയമത്തിൽ പറഞ്ഞില്ല, സ്കൂളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞ് ഗവൺമെന്റ് ഇട്ട തീരുമാനം എയ്ഡഡ് സ്കൂളുകൾക്കാണ്. പക്ഷെ ഇത് അൺഎയ്ഡഡ് സ്കൂളുകാർ അതങ്ങ് അറ്റാച്ച് ചെയ്ത് അവരങ്ങ് എടുത്തു. ഈ നിയമം ഞങ്ങൾക്കും ബാധകമാണ്. ആരൊക്കെ അങ്ങ് ചെയ്തു അങ്ങ് കൊടുത്തു. എന്തുകൊണ്ടാ? ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ മക്കളും കൊച്ചുമക്കളും ഇവിടെ പഠിക്കുന്നത്. അപ്പൊ അവർക്ക് നോ പറയത്തില്ല. ഇത് കഴിഞ്ഞിട്ട് ഇനി ആരെങ്കിലും അത് ചലഞ്ച് ചെയ്യാൻ കോടതി പോയേക്കാന്ന് വെച്ചാൽ
ജഡ്ജിയുടെ മക്കൾ ഇത് ഇങ്ങനെ തന്നെയാ പഠിക്കുന്നത്. ആരോട് ചോദിക്കുന്നത്? ഇതിനകത്ത് പെട്ടുപോകുന്ന സാധാരണക്കാരാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ടൂറിസ്റ്റ് ബസ് ഈ സ്വകാര്യ മേഖലയിലുള്ള ബസ്സുകാരെ ശരിക്കും പറഞ്ഞാൽ സൂചന ചെയ്യില്ല. ശരിക്കും സ്തുതിക്കണം അവര്. അവർ ഈ പിള്ളേരെ വിളിച്ച് കയറ്റി കാര്യം പിള്ളേരല്ലെന്ന്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്നതിന് നമുക്കിപ്പോ 15-30 രൂപ പോയി വരാനാവും. നമ്മൾ ഈ സ്കൂൾ ബസ്സിലാ പോകുന്നെങ്കിൽ നമുക്ക് 100 രൂപ, നമുക്ക് 100 രൂപ ആവും. അതിൻ്റെ കൂടെ ഈ 30 രൂപയ്ക്ക് പോകുന്ന ഒരു സ്വകാര്യ ബസ്സിൽ ST ആണെങ്കിൽ സബ്സിഡി ST ആണെങ്കിൽ 2 രൂപ കൊടുത്താൽ മതി. മനസ്സിലായി? 98% 98% ആണ് ഈ സ്വകാര്യ ബസ്സിനേക്കാൾ കൂടുതൽ കാശ് ഈ പ്രൈവറ്റ് സ്കൂളുകളിലെ ബസ്സുകൾ ഈടാക്കുന്നത്. ഭയങ്കര ഫോൾട്ടല്ലേ ഇത്? ആരുടെയും ശ്രദ്ധയിൽപ്പെടാൻ ഇതിന് പെർമിറ്റ് ഇല്ല, റൂട്ടില്ല, ഫെയർ സ്റ്റേജ് ഇല്ല, ഫെയർ ലിസ്റ്റ് ഇല്ല, ഒന്നുമില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ തന്നെ അറിയോ, നമ്മൾ എല്ലാവരും കണ്ടിട്ടില്ല പത്രങ്ങളിലൊക്കെ, ഒരു സ്കൂൾ തുറക്കുന്ന സീസൺ ആവുന്നു, അങ്ങനെ സംവിധാനം, ഇങ്ങനെ സംവിധാനം, സ്കൂൾ ബസ്സിന് ചെക്കിങ്, സ്കൂൾ ബസ്സിന് GPS പിടിപ്പിക്കുന്നു. ഈ GPS കൃത്യമായിട്ട് നോക്കാൻ എന്തെങ്കിലും സംവിധാനം ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർക്ക് സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ പറയുമ്പോൾ GPS പിടിപ്പിക്കുന്നു, മഞ്ഞപ്പെയിന്റ് അടിക്കുന്നു, പോർലുണ്ട്, അത്രേ ഉള്ളൂ. അല്ല അത് ഇപ്പൊ എന്റെ ബസ്സിന് GPS പിടിപ്പിച്ചപ്പം 2020 പുത്തമ്പണ്ടി ഇറങ്ങിയപ്പോൾ GPS പിടിപ്പിച്ചു. പ്രിക്കോളിൻ്റെയാണ്. പ്രിക്കോളിൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ TVSന്റെ വലിയ സംവിധാനമാണ്. ഞാൻ ഈ 2024 വരെ അത് പുതുക്കി, കൃത്യമായിട്ട് ഞാൻ പുതുക്കിക്കൊണ്ടിരുന്നതാണ്. അത് 2022 പുതുക്കിയപ്പോൾ 24 വരെ ഞാൻ പുതുക്കിയതാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ഞാൻ ഇത്തവണ പുതുക്കാൻ വേണ്ടി എന്ന് അന്വേഷിച്ച് ചെയ്യുമ്പം അങ്ങനെ ഒരു കമ്പനി ഇല്ല. സർക്കാർ പറഞ്ഞിട്ടാണ് അന്ന് പ്രിക്കോളിനെ ഇതിനുള്ള അവകാശം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ലോകത്തില്ലാത്ത വില കൊടുത്ത് 17,000 രൂപയ്ക്ക് മേടിച്ച് വെച്ച ഡിവൈസ് വെറുതെ ആയി. അല്ല, ഇതുകൊണ്ടുണ്ടായ നേട്ടം ആർക്കാ? ഇതിന് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇതിന് കമ്മീഷൻ അടിച്ചതാണ്. എന്നിട്ട് ഇതിന് അവരെ പൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഈ പ്രിക്കോളുകാർ ഇത് ചെയ്യാത്തതെന്നാണെന്നറിയോ? അവിടെ ഒന്ന് 5 കോടി രൂപ അല്ല ഇത്ര കോടി രൂപയും കൂടെ കെട്ടിവെക്കണം, നിങ്ങൾ പിന്നീട് പോകാതിരിക്കാനാണ്. പോകാതിരിക്കാനും അല്ല, അങ്ങനെ കെട്ടിവെക്കാൻ ആൾക്കാർ നിൽപ്പുണ്ട്. വളരെ മോശം ഡിവൈസ് വലിയ ചാർജിന് വിറ്റ് ഇതാക്കണം. അപ്പം ഞാൻ എൻ്റെ വണ്ടിയുടെ ലിസ്റ്റ് ഞാൻ RTPC ചോദിച്ചപ്പം എന്നോടൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ്, ഞാൻ ആ പൈസ തന്നേക്കാം, പുതിയ ഡിവൈസ് മേടിച്ച് ചോദിച്ചു, ഞാൻ ആ പൈസ തന്നേക്കാം, ശല്യം ചെയ്യരുതെന്ന്. ഈ ശബരിമല സീസണിൽ കയറി പോകുന്നത് സേവ് കേരള, സേവ് ഫോറസ്റ്റ് അങ്ങനത്തെ ഒരു പറയുന്ന ഒരു MBD ഒരു പദ്ധതിയുണ്ട്. അത് റിലേറ്റ്, അത് എക്സാക്ട് പേര് ഞാൻ ഓർക്കുന്നില്ല. ശബരിമലയുടെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യമല്ല, ഈ ശബരിമലയിൽ ഈ കുറവ് കാശ് മേടിക്കുന്ന ശബരിമല നമ്മുടെ ആ ചാലക്കയത്ത് നിന്ന് പമ്പയ്ക്ക് പോകുന്നതിന് 100 രൂപയും കണ്ട ചാർജ്. അല്ല, അത് ഓർത്തണം, 17 കിലോമീറ്റർ അല്ലേ ദൂരം. 17 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് കൂട്ടിക്കുക, അതാണ് മാക്സിമം. അതിൽ കൂടുതലില്ല. നിലയ്ക്കൽ പമ്പ 17 കിലോമീറ്റർ, നിലയ്ക്കൽ പമ്പ 17 കിലോമീറ്റർ. അവിടുന്ന് ഇവരുടെ വണ്ടിയിലേ പോകാൻ പറ്റുള്ളൂ. ആ വണ്ടിയിൽ നമ്മൾ കയറണമെങ്കിൽ ഇവരുടെ ഓർഡിനറി വണ്ടിയുണ്ട്, അതിന് 100 രൂപ. ഇതിൻ്റെ ഫാസ്റ്റ് ഉണ്ട് 125 രൂപ. ഇതിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് 180 രൂപ. പിന്നെ ഓരോ കാറ്റഗറി അനുസരിച്ച് കൂടുക. എന്നാൽ ഫാസ്റ്റ് ആണെങ്കിൽ ഈ ഓർഡിനറി ഓവർടേക്ക് ചെയ്ത് പോകണ്ടേ? കാരണം അങ്ങനെയാണല്ലോ അതിന്റെ പ്രോട്ടോകോൾ അങ്ങനെയാണല്ലോ. പക്ഷെ കുഴപ്പമില്ലാന്നറിയോ, എല്ലാ വണ്ടിയും ഒരേ സ്പീഡിൽ അവിടെ പോകും. കാരണം ഇതെന്താന്ന് വെച്ചാൽ ഇത് കയറ്റം കയറി പോകുന്നിടത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഈ 7 കിലോമീറ്റർ 15 രൂപ എന്നല്ലേ പറഞ്ഞേ? 7 കിലോമീറ്ററിന് മിനിമം ചാർജ് 10 രൂപയും, അത് ആദ്യത്തെ 5 കിലോമീറ്ററിന് 10 രൂപ. പിന്നെ ഓരോ കിലോമീറ്ററിനും ഇത്ര രൂപ എന്ന് വെച്ചാണ് കയറി പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഈ 17 കിലോമീറ്റർ പോകുമ്പോൾ എത്ര രൂപ വേണ്ട വരും? 25 രൂപ. ഏറ്റവും മാക്സിമം മേടിക്കാവുന്ന തുക 25 രൂപ. അപ്പൊ ഇപ്പൊ ഒരു റൂള് റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ഒരു റൂൾ ഇപ്പൊ പറഞ്ഞു വിട്ടല്ലോ. അല്ല, റോബിൻ ഗിരീഷിന് വേണ്ടിയിട്ടല്ല റൂൾ. ഞാൻ പറയാ, ഉദ്യോഗസ്ഥന്മാരുടെ ഈ കൊള്ളത്തരം അവര് തന്നെ പുറത്തിടുന്ന ഭാഗമാണ്. കാരണം ഞാൻ കൃത്യമായിട്ടാണ് ഓടിയിരുന്നത്. ഞാൻ കൃത്യമായിട്ട് ഇല്ലെങ്കിൽ എന്റെ വണ്ടിയിലെ യാത്രക്കാർ പറയും, എന്റെ വണ്ടി യാത്ര ചെയ്യുന്ന ആൾക്കാർ പറയട്ടെ. നേരെ മറിച്ച് ഇവര് ചെയ്യുന്ന എന്താണെന്ന് ഇതേ യാത്രക്കാർക്കും നാട്ടുകാർക്കും അറിയാം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, മുടിയാതെ തമ്പി. ഈ
ഈ കൂടുതൽ നിരക്ക് ഈടാക്കും പറഞ്ഞാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത്. കൂടുതൽ നിയമം ഈ ശബരിമല നിയമം ശബരിമല കൊണ്ടിട്ട് അല്ല ഇപ്പം വേറെ ഈ ഇന്നലെ ആ വർത്താനം നമ്മൾ മാതൃഭൂമിയിൽ റോബിൻ മാതൃക എന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥ മാതൃക എന്നാ അതിനകത്ത് പറയേണ്ടത്. ഉദ്യോഗസ്ഥ മാതൃക എന്നാ. കാരണം എന്താ വെച്ചാൽ അവരാണല്ലോ ഈ പണിയെല്ലാം ഒപ്പിച്ചത്. ലാസ്റ്റ് അവർ സൈലന്റായി. ഇപ്പൊ അടുത്ത് റോബിൻ എന്നും പറഞ്ഞ് ഇത് ഉണ്ടാക്കിയപ്പോൾ ഒരു കാര്യമുണ്ട്. ഇന്നൊരു വാർത്ത ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയോ? KSRTC പുതിയൊരു തീരുമാനമെടുത്തു. അന്തർ സംസ്ഥാന റൂട്ടുകളിലേക്ക് സർവീസ് നടത്തുന്ന വണ്ടികളൊക്കെ ചൊവ്വ ബുധൻ വ്യാഴം ഈ 3 ദിവസം 15% ഇപ്പോൾ ഉള്ള നിരക്ക്. ചൊവ്വ ബുധൻ വ്യാഴം ആള് കുറവുള്ളതുകൊണ്ട് അന്ന് കൂടുതൽ ആൾക്കാരെ ഇത് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കാം, അത് നല്ല കാര്യം. അപ്പൊ കൂടുതൽ ആളുള്ള ദിവസമായ വെള്ളി ശനി ഞായർ തിങ്കൾ ഈ 4 ദിവസം 30% കൂട്ടുന്നു. എന്നാൽ 15% കുറയ്ക്കാം. അത് ആ 15% കുറച്ചാൽ 15% കൂട്ടിയാൽ പോരെ? അല്ല, അവിടെ 30% വേണം. റോബിൻകാർ ചാർജ് കൂടുതലും മേടിക്കുന്നുണ്ട്. അപ്പൊ ആരാ ഈ പണി കാണിക്കുന്നത്? റോബിനെ ഒന്ന് നിർത്തണം. അതിനുള്ളൊരു ഗെയിമാണ് ഇപ്പൊ നടക്കുന്നത്. അതിപ്പം റോബിനെ നിർത്താൻ ഇറങ്ങുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ നിർത്താൻ റെഡിയാ. പക്ഷെ ജനത്തിന് മാന്യമായ യാത്രാ സൗകര്യം കൊടുക്കാവുന്ന തന്റെ ഇന്നത്തെ ഇതൊന്നും ക്ലിയർ ആയിട്ടുള്ള സർവീസ് KSRTC കൊടുത്താൽ മറ്റേ ഒരു വണ്ടിയിലും ആരും കയറത്തില്ല. പക്ഷേ അങ്ങനെ ഒരു സർവീസ് കൊടുക്കണമെങ്കിൽ ഇനിയും KSRTCക്ക് പുതിയ തലമുറ ഉണ്ടായോ? അല്ല, വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ AC വണ്ടിയാണ് അവരുടെ കോയമ്പത്തൂർ ഓടുന്നത്. അപ്പോൾ ആ വണ്ടിക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ AC വണ്ടികൾക്ക് എന്തോ GSTയുടെ AC വണ്ടിക്ക് നിയമപ്രകാരം ഓരോ AC വണ്ടിക്കും GST എടുക്കണമെന്നാണ് നിയമം. AC വണ്ടി ആക്കി കഴിഞ്ഞാൽ GST എടുത്ത് അതിൻ്റെ കളക്ഷൻ, ഇല്ലെങ്കിൽ GST അന്വേഷിച്ച് നോക്കാം. 5% 6% GST കളക്ട് ചെയ്യണം ഓരോ ടിക്കറ്റിനും. ഈച്ച് ടിക്കറ്റിന് GST കളക്ട് ചെയ്യണം. KSRTC എവിടെ ഇത് കളക്ട് ചെയ്യുന്നത്? വെറുതെ KSRTC എവിടെ കളക്ട് ചെയ്യുന്നത്? ആ GST അത് കളക്ട് ചെയ്താൽ അത് കേന്ദ്രത്തിലും കൂടെ പോകണ്ടേ, വീതം കൊടുക്കേണ്ടി വരികയല്ലേ? അപ്പൊ കണക്ക് പുറത്തു വരികയല്ലേ? അപ്പൊ ശരിക്കും ടോട്ടൽ കളക്ഷൻ GST കൊടുക്കുക ED പിന്നെ അന്വേഷിക്കാൻ വരും. അപ്പൊ അങ്ങനെ നിയമമുണ്ട്. AC വണ്ടിക്ക് GST കൊടുക്കണം, മസ്റ്റായിട്ട് കൊടുക്കണം. ഓരോ ടിക്കറ്റിനും കൊടുക്കണം. 5 ആണോ 6 ആണോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ഓ, അതൊരു വലിയൊരു ഇതാണ് അല്ലേ? അപ്പൊ കൊടുക്കാതെ ഓടുന്നു പറഞ്ഞാൽ നിയമവിരുദ്ധമായ കാര്യമാണ്. ED അന്വേഷിക്കേണ്ട കേസായി പറയുന്നു. വേറൊരു കാര്യം വെച്ചോട്ടെ. അപ്പൊ പിന്നെ ഇതിന് ടാക്സ് കോടാനുകോടികളാ. ചെറിയ സാധനമല്ല, കോടാനുകോടികളുടെ അഴിമതിയാണ് നടക്കുന്നത്. ഇത് മുഴുവൻ അവർ മേടിച്ച് സ്വന്തമായിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവർ അടയ്ക്കുന്ന GSTയുടെ കണക്കൊന്നു വരട്ടെ. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെടും. ഇതിനകത്ത് വലിയ സംഗതി എന്ന് വെച്ചാൽ ഓരോ ടിക്കറ്റിന് GST ഉണ്ട്. അപ്പൊ ഒരു ദിവസം ഒരു വണ്ടിയിൽ എങ്ങനെ ആയാലും 10,000 ഓടുന്ന വണ്ടികൾക്ക് AC ഉണ്ട്. പറ്റൂ. 10 രൂപ മേടിച്ച. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹോട്ടലുകൾ GSTയിൽ അണ്ടറിൽ വന്നു. ആ കൃത്യമായിട്ട് അവർ ഒരു ചായ കൊടുത്താൽ ആ ചായക്ക് അതിന്റെ ആ GST കൃത്യമായി വാങ്ങുന്നുണ്ട്. അത് അവർ കണക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ള അതുകൊണ്ട് അതിന് GST ഇല്ല. അത് GST ഡിപ്പാർട്ട്മെന്റ് അതിന്റെ റൂളിലില്ല. ഇവൻ ലക്ഷറി ആയിട്ടുള്ള ഒരാൾ വണ്ടിയെ കയറുന്ന AC കയറുന്നതുകൊണ്ടാണ് അവൻ ചെറിയ GST കൊടുത്താലും വിഷയമില്ല. നല്ല ഹോട്ടലിൽ കയറി ചാപ്പാട് അടിക്കുമ്പോൾ നമ്മൾ GST കൊടുക്കുന്നു പറഞ്ഞ പോലെ കൊടുക്കണ്ട. GST കൊടുക്കുന്നില്ല എന്നുള്ളത് തിരിച്ചറിവ് ഭയങ്കരമാണ്. അതൊരു ചൊല്ലി ചർച്ചയാകുന്ന ഒരു സംഗതിയാണ്. ഇപ്പം നമ്മൾ 2-3 വിഷയങ്ങൾ ഇപ്പോൾ പറഞ്ഞത് വലിയ ചർച്ചയാകുന്നു. ഒന്ന് ഈ സ്കൂളിലെ വലിയ കൊള്ളയാ, തീവെട്ടിക്കൊള്ളയാണ്. തീവെട്ടിക്കൊള്ള ഒരു സാധാരണപ്പെട്ട വ്യക്തി ഞാൻ ഒരു കാര്യം ചോദിക്കാം. നമ്മളൊരു സാധാരണക്കാരനാണെന്ന് കൂട്ടി നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനേ നമ്മൾ ഏതൊരു കാരണവന്മാർ ആഗ്രഹിക്കുന്നു. അവൻ അടുത്ത ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ടുവിടും. അപ്പൊ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇവർക്ക് കൊടുത്തേ പറ്റൂ. അവനിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കുഴപ്പമില്ലെന്ന് വെച്ചാൽ അവിടെ എങ്ങാനും നമ്മളൊരു തർക്കം പറഞ്ഞ അവിടെ പാർശ്വവൽക്കരിക്കുക. അവിടെ ആ ചെറുക്കനെ അല്ലെങ്കിൽ ആ കൊച്ചിനെ അന്നേരം മറ്റേ ചോദ്യം ചെയ്യുന്നവന്റെ മകനാ അല്ലെങ്കിൽ മകളാ എന്ന് പറയും. അപ്പൊ ഇത് ആരും ചോദ്യം ചെയ്യല. ഇതൊരു വലിയ വ്യവസായമാണ്. നമ്മൾ ആരും ഉദ്ദേശിക്കുന്ന വ്യവസായമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ SP ഓഫീസിൽ ചെന്നപ്പോ ഇതാ യൂട്യൂബർ ചോദ്യം ചോദിക്കുന്ന യൂട്യൂബർ റോബിന്റെ കൂടെ വന്നോണ്ടാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ഈ കട്ടോട്ടെ നേരം വെളുക്കോളം കാക്കരുത്.
കട്ടിട്ട് പോയിക്കോട്ടെ. പക്ഷേ ഇത് ബസ്സുകാരെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സുകാരെ പിടിക്കാൻ നിയമം ഉണ്ടാക്കാൻ വരുമ്പോൾ ഇവർ ചെയ്യേണ്ടത് എപ്പോഴും ആദ്യം ഇവർ കറക്റ്റാകട്ടെ. ഈ മോട്ടോർ വാഹന വകുപ്പും അതിൻ്റെ നിയമം ഉണ്ടാക്കുന്നവരും ആദ്യം എന്താണ് ഈ സംഭവം, പൊതുഗതാഗത സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്ന് പഠിച്ചിട്ട് ഇവിടെ കേരളത്തിൽ ഇവിടെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ സാധാരണക്കാരായ ആളുകളെ ഒരു 5-8 പേരെങ്കിലും ഈ കമ്മിറ്റിയിൽ എടുക്കണം. അല്ല, അത് എടുത്തിട്ടുണ്ട്. നമ്മൾ അറിയണം. ആന്റണി രാജു എന്ന് പറയുന്ന മന്ത്രി ഇറങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ ഇവിടെ 4-5 പേരെ KSRTC അഡ്വൈസറി ബോർഡിലേക്ക് എടുത്തു. അത് വെളിവുള്ളവരെ ആരെ എടുത്തെന്ന് നിങ്ങൾ ചോദിക്കാത്തത്. ആ എടുത്ത വ്യക്തികൾ ആരാണെന്നറിയോ? ഇവിടെ ഒരു പ്രത്യേക സംഘടനക്കാരാണ്. അവരെ മാത്രം എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് കേരളത്തിൽ നല്ല KSRTCയിൽ എവിടെയും അവർക്ക് സൗകര്യാർത്ഥം പോകാം. അതിൻ്റെ മറ്റേ മീറ്റിങ്ങിന് പോകുന്നതിൻ്റെ മറ്റു കാര്യത്തിനുള്ള അലവൻസ് മേടിക്കാം. ഒത്തിരി സംവിധാനങ്ങൾ അവർക്ക് കിട്ടി. എന്താ അവരുടെ സംവിധാനം കിട്ടാൻ കാരണം? അവർ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്ന് പറഞ്ഞൊരു നിയമം ഇല്ല എന്ന് പറഞ്ഞവരാ. അതാണ് ഞാൻ പേരെടുത്ത് പറയാ. ഈ പറഞ്ഞ നമ്മുടെ ഡിജോ കാപ്പൻ, നമ്മുടെ ഒരു വടക്കൻ ജെയിംസ് വടക്കൻ, അങ്ങനെ ആ ഒരു സംഘടനയിലെ 4 പേരെ 5 പേരെ KSRTCയിൽ എടുത്തു. അവർക്ക് മാസം അവരുടെ ബാക്കി കാര്യങ്ങളും പൈസയും കാര്യങ്ങളും കിട്ടുന്നുണ്ടോ എന്ന് പഠിച്ചോ. അല്ല, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് അവർക്ക് വേണ്ടപ്പെട്ടവരെ എടുത്തു വെച്ചു ജനങ്ങൾക്ക് വീണ്ടും അടുത്ത ബാധ്യത ഉണ്ടാക്കി. എന്നാണെന്നറിയോ? അഡ്വൈസറി ബോർഡ് ആദ്യം ബസ്സേ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യട്ടെ. അഡ്വൈസറി ബോർഡിൽ വളരെ കാഴ്ചപ്പാടുള്ള ഒരു 5-6 പേര് വന്നാൽ അവർ ഇത് എങ്ങനെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അറിവുള്ള ആളുകൾ വന്നാലേ കാര്യമുള്ളൂ. ഇതിനെപ്പറ്റി നല്ല അല്ല, ഇവര് കാണുന്ന അറിവ് എന്താണെന്നറിയോ? 4 ചാനലിൽ കയറിയിരുന്ന ചർച്ചയിൽ കുറച്ച് പഞ്ച് ഡയലോഗ് പറഞ്ഞ് നിൽക്കുന്നവരാണ് അറിവ്. ആ രീതിയിൽ എൻ്റെ അടുത്ത് വന്നാൽ ഞാനത് കേട്ടോണ്ട് നിൽക്കുകയില്ല. ഞാൻ നല്ല കിടിലം മറുപടി ഇവിടെയുള്ളതാണ്. ഇതെല്ലാം ഇവിടെയുള്ള ഇതെന്നാന്നറിയോ? ജീവിതത്തിൽ ഒരു തൊഴിൽ ചെയ്തിട്ടില്ല. ഞാൻ ഇതെല്ലാത്തിനും പ്രാപ്തനാണ് എന്ന് പറയുന്ന കുറച്ച് സ്വയം പൊങ്ങികളായത് പച്ചയ്ക്ക് പറയുക. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ചിന്തിക്കണം, ഇവനൊക്കെ ഏതെങ്കിലും ഒരു സർവീസ് നടത്തി ഇല്ലെ പൊതുജനത്തിന് ഉപകാരമുള്ളൊരു കാര്യം ചെയ്തതായിട്ട് പറയട്ടെ. ഇപ്പൊ തന്നെ നശിപ്പിക്കുക, ഇല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ മൊത്തം ഇല്ലെന്നാക്കുക. എന്തുകൊണ്ടാണ്? അവരുടെ വിരോധം അവരെ KSRTC കൊണ്ട് അങ്ങ് ചെയ്യിപ്പിക്കുന്നു. സ്വകാര്യ ബസ് ഇപ്പൊ എനിക്കിട്ട് ചെയ്യാൻ ഇനി വന്നാൽ എനിക്ക് വേറെ ഇതില്ലല്ലോ, ഓൾ ഇന്ത്യ പെർമിറ്റല്ലേ ഉള്ളൂ. അതൊന്നും നടപടിയില്ല, അങ്ങനെ നിയമമില്ല. എന്നാ കുരക്കലായിരുന്നു. പട്ടി കുറയ്ക്കുന്നതിലും ഭയങ്കരമായിട്ട് വണ്ടി നല്ല ഭംഗിയായി എല്ലാവരും കണ്ടതാ. അതല്ല, ജനങ്ങൾ ഇപ്പോ അതുകൊണ്ട് പലരും പറയുന്നത് റോബിൻ ഗിരീഷ് രംഗത്ത് വന്നുകൊണ്ട് കുറച്ച് ആർട്ടിക്കിൾ പഠിച്ചത് അതൊരു വല്ലാത്ത ഡയലോഗായി കേട്ടോ. അത് ഒരാളെ ഒരു കുറ്റത്തിന് ഒരു ദിവസം ഒരു പ്രാവശ്യം പിടിക്കും. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഒരു അറിവില്ലായ്മയാണ് പറഞ്ഞത്. ഒരാള് 10 പേരെ കൊന്നു. അവൻ കൊന്നവനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. 10 തവണ തൂക്കിക്കൊല്ലു. വീണ്ടും തൂക്കിക്കൊല്ലാൻ ഒന്ന് കഴിഞ്ഞ് പിന്നെ കയറ്റി വെച്ചിട്ട് വീണ്ടും കൊല്ലു. ഒന്നുമില്ലല്ലോ, ഒറ്റ തവണയെ കൊല്ലുള്ളൂ. ഇത് ഒരു വകുപ്പിന്റെ അധപതനത്തിന്റെ ലക്ഷണമാണ് ഇവന്മാരി കാണിച്ചത് മുഴുവനും. അത് അധപതനം വീണ്ടും കയറി വരുന്നതല്ലാതെ അവർ സ്വയം ചിന്തിക്കട്ടെ, ഇത് പൊതുജനത്തിന് സൗകര്യാർത്ഥമായ കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ ചെയ്യാം അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചേ. ഇപ്പം ഈ RC ബുക്കും ഈ ഡ്രൈവിംഗ് ലൈസൻസും അടിച്ചു കിട്ടാതെ നിങ്ങൾക്കറിയാവോ, എൻ്റെ തന്നെ ഒരു ബസ് RC ബുക്ക് വരാഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതല്ല, എൻ്റെ വണ്ടിയുടെ RC ബുക്ക് കിട്ടിയിട്ട് വേണം എനിക്കിത് ഈ സാധനം കൊണ്ട് അങ്ങ് പോകാൻ. നാഗാലാൻഡിന് പോകാൻ വേണ്ടി ഞാൻ നിൽക്കുന്ന എനിക്ക് വണ്ടി ഇറക്കാൻ പറ്റുമോ? ആ വണ്ടി കേരളത്തിലെ ടാക്സിന് ഓടിയിട്ട് കാര്യമില്ല. കേരളത്തിൽ ഈ ആൾക്കാർ കാശ് മുടക്കി ബിസിനസ് ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരം തടസ്സങ്ങൾ. ഞാൻ അന്നും തിരിച്ചൊരു കാര്യമില്ല. ഞാൻ ഈ ബുക്കിനും സാധനമുള്ള കാശ് ഓൾറെഡി മേടിച്ചു. അത് വക മാറ്റി ചെലവഴിക്കാതിരുന്നാൽ പോരെ. അത് വക മാറ്റിക്കൊണ്ടുപോയി. അതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. തിരിച്ച് ഞാനൊരു കാര്യം ചോദിക്കാം. ഇവര് ഈ പറഞ്ഞ മന്ത്രി ഇത്തവണ കയറിയിട്ട് നല്ല വിവരമുള്ളൊരു തീരുമാനം എടുത്തു, ടാക്സ് കുറയ്ക്കാൻ.
ആ ടാക്സ് കുറയ്ക്കാൻ തീരുമാനിച്ചപ്പം മന്ത്രി ചെയ്യേണ്ടിയിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. ടാക്സ് സാധാരണ ഇവിടുത്തെ കോൺട്രാക്ട് കാരേജിൻ്റെ അത് ഇവിടെ ഓടുന്ന കാര്യത്തിനല്ലേ, ഇവിടുത്തെ കോൺട്രാക്ട് കാരേജിൻ്റെ ഇതുമായിട്ട് ഏകീകരിച്ച് വിടണമായിരുന്നു. എന്താ ഏകീകരിച്ച് വിട്ടാൽ എന്ത് സംഭവിക്കുമായിരുന്നറിയോ? ഇവരെല്ലാവരും ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കാൻ റെഡിയായാണ്. കാരണം ഇന്ന് കേരളത്തിൽ 50 എനിക്കൊന്ന് 10, 20 അല്ലെ 50 വണ്ടി താഴെ ഉള്ളൂ ഓൾ ഇന്ത്യ പെർമിറ്റ് ഉള്ളത്. എന്നാൽ 10,000 വണ്ടികളുണ്ട് ടൂറിസ്റ്റ് ബസ്സുകൾ. ഇത് മുഴുവൻ കയറി ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്താൽ ഇവിടുത്തെ പൊതുഗതാഗത രംഗം നന്നാവുമോ മോശമാവുമോ? ഒന്ന് ചിന്തിക്കണം. മന്ത്രി ടാക്സ് കുറയ്ക്കാൻ തീരുമാനിച്ചപ്പം അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കേണ്ടത് ആരാ? മന്ത്രിയല്ല, മന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അവർ ചെയ്തത് എന്താ? 1000 മന്ത്രിയുടെ വാശി പറഞ്ഞുകൊണ്ട് 1000 കുറച്ചു. അതിൻ്റെ പേരിൽ വണ്ടി എണ്ണം കൂടുന്നാവത്ത് കൂടുകയില്ല. അതിൻ്റെ പേരിൽ കൂടുകയില്ല. നേരെ മറിച്ച് അത് ആ 2000 അയക്ക് 3000 എന്നുള്ള 2000 ആക്കി മാറ്റിയപ്പോൾ അത് 1000 തന്നെ ആക്കണമായിരുന്നു. 1000 തന്നെ ആക്കിയിരുന്നെങ്കിൽ എന്ത് എല്ലാവരും എടുത്താൽ എന്ത് സംഭവിക്കും? ഈ വണ്ടികളൊക്കെ പുറത്തേക്ക് ഓടും. ഇതിൻ്റെയൊക്കെ റൂട്ട് ടാക്സ് എന്തെല്ലാം. ഇപ്പം തന്നെ ഞാൻ കോയമ്പത്തൂർ പത്തനംതിട്ട ഓടുന്നുണ്ട്. ഒരു ദിവസം ടോള് മാത്രം 1490 രൂപയാണ് ടോള് കൊടുക്കുന്നവരാണ്. ഒരു ദിവസമാണ് 1490 രൂപ ഒരു ദിവസം ടോള് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കണം, ഇത് കൂടുതൽ വണ്ടികൾ ഓടിയാൽ ഇത് ഈ പൈസ കളത്തിലേക്കാണ്. അല്ല ആയിക്കോട്ടെ, അത് ഇവരുടെ വെടിപ്പുകേടാ എന്തുവാട്ടെ, പക്ഷെ അത് പോട്ടെ. അപ്പൊ ടാക്സ് ഇതേ പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. ഇപ്പൊ ഈ 5000 ബസ്സുകൾ ഇവിടെ പുതിയതായിട്ട് ഓടിക്കൊടുന്ന ഇവിടുത്തെ ഹോട്ടലുകളിലെ കച്ചവടം കൂടും, ഇവിടുത്തെ ബിസിനസ് കൂടും, ആളുകൾ വലിയൊരു ബിസിനസ് മാറ്റത്തിലേക്ക് വരും. പക്ഷെ അത് ചിന്തിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് വലിയൊരു എക്കോസിസ്റ്റം ഉണ്ടാവും. ഇതുമായി അത് മുഴുവൻ ഗവൺമെന്റിലേക്കല്ലേ വരുന്നു. അപ്പൊ അത് ചിന്തിക്കുന്നില്ല. ഈ വലിയ വണ്ടികൾ അത്ര ഓടുമ്പോൾ അതിന് കൂടുതൽ ചെറുവണ്ടികൾ ഇറങ്ങാൻ തോന്നും. ഇത് നമ്മൾ ചിന്തിക്കുന്നൊന്നുമല്ല ഇതിന്റെ ലെവല്. പക്ഷെ അതിലേക്ക് എത്തിക്കേല ഗവൺമെന്റ് ചിന്തിക്കുക. ഇതിനകത്തെ പ്രശ്നം അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യാൻ ഇവർക്കുള്ള ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ എക്കോസിസ്റ്റം 5000 ബസ്സുകൾ ഓടുമ്പോൾ ഒരു ദിവസം യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയിൽ ഒരു 300 പേരാണെങ്കിൽ തന്നെ 1,50,000 പേരാണ്. ഈ 1,50,000 പേര് ഇൻ്റർസ്റ്റേറ്റ് ഓടിക്കഴിയുമ്പോൾ തന്നെ അവിടെ ഭയങ്കര വ്യാവസായികമായിട്ടുള്ള വലിയ ചേഞ്ച് ഉണ്ടാകും. വലിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഇവിടെ ഒരു പിന്നെ നമ്മുടെ ട്രെയിനില്ലയോ, ട്രെയിനാ എറണാകുളത്തെ നമ്മുടെ മെട്രോ ഇപ്പം നമ്മൾ പാലായിൽ ഒരു മെട്രോ വരികയെന്ന് വെച്ചു. ഈ മെട്രോയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റം പാലായിൽ ഡെവലപ്പ് ചെയ്യും, ഒരു എക്കോ സിസ്റ്റം. അതുമായി മെട്രോയുടെ ടൈം അനുസരിച്ച് നീങ്ങുന്നു, അതിനനുസരിച്ച് ആൾക്കാർ കയറി ഇറങ്ങുന്നു. ഈ രീതിയിൽ ഈ 5000 പുതിയ ബസ്സുകളൂടെ വന്നു കഴിയുമ്പം ഇങ്ങനെ പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടുന്ന് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നു, കച്ചവടത്തിന് വരുന്നു. അങ്ങനെ വലിയൊരു മാറ്റമുണ്ട്. ഇത് മനസ്സിലാക്കാൻ ബോധമുള്ള നമ്മുടെ സന്തോഷ് കുളങ്ങരയെ പോലെയുള്ള അങ്ങനെയുള്ള കുറേ ആളുകളെ ഈ പറഞ്ഞു കൊടുക്കാൻ, ഈ പുള്ളി മാത്രമല്ല, പുള്ളിക്ക് ഇതെല്ലാം കൂടെ പറഞ്ഞു കൊടുക്കാൻ സമയമില്ല. ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ ആൾക്കാർ ഒരു പഞ്ചായത്തിൽ ഒരു 5-6 പേരും കാണും വെളിയുള്ളവർ, അവന്മാരെയൊക്കെ. അല്ലാതെ ഏതെങ്കിലും ആൾക്കാരെ പിടിച്ചില്ല. ഈ അറിവുള്ളവനും മനസ്സിലാക്കുന്നതിനും പുതിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പുതിയ ആശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ചെയ്യിപ്പിക്കാനും കഴിവുള്ള ആളുകളെ ഓരോ സ്ഥലങ്ങൾ. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ എടുക്കുകയാണെങ്കിൽ പത്തനംതിട്ട KSRTC ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് വിവരമുള്ള ഒരു 10 പേര് എടുക്കണം. എന്നിട്ട് അവരതിൻ്റെ നിർദ്ദേശങ്ങൾ എടുക്കും. ഈ രാഷ്ട്രീയക്കാരെ എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഫെയിൻ മനസ്സിലാക്കേണ്ട ഇവൻ ഇത് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവനാണോ എന്നറിഞ്ഞിട്ട് വേണം എടുക്കുക. അല്ല ഞാൻ ഇന്ന പോലെ കേരള കോൺഗ്രസ്സുകാരനാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാണ്, LDF-കാരനാണ്, അല്ലെങ്കിൽ UDF-കാരനാണ്, ഇങ്ങനെയൊന്നും പറഞ്ഞെടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇവന് ശേഷിയുണ്ടോ, തലയ്ക്ക് ശേഷിയുണ്ടോ എന്നാണ് നോക്കണ്ടേ. അവൻ പ്രൂവ് ചെയ്യണം. അതെ, അതാണ് ഇവനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറയാനുള്ള ഒരു ശേഷി വേണം. പറഞ്ഞു വരുന്ന ആശയം പറഞ്ഞു കഴിയുമ്പോൾ ഇത് കളക്ടറൊക്കെ ഒന്ന് ചിന്തിക്കണേ, ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ പറയാൻ കഴിയുന്ന ഒരുത്തന്നെ വേണം എടുക്കുക. ഏത് മേഖലയിലും ഞാൻ കേരളത്തിൽ നിസ്സാരം പറയാമല്ലോ. ഇപ്പോൾ ഇന്നലെ വയനാട്ടിലൊരു സംഭവം നടന്നു. പത്രത്തിലെല്ലാം വലിയ രീതിയിൽ ആ വാർത്ത വന്നു. ഒരു DFOയെ സസ്പെൻഡ് ചെയ്തു. മണിക്കൂറുകൾക്കകം ആ സസ്പെൻഷൻ പിൻവലിച്ചു. അതിനകത്ത് പത്രത്തിലേക്ക് ക്യാപ്ഷൻ കണ്ടോ, അതായത് വോട്ട് രാഷ്ട്രീയത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. അത് 18 ഉള്ളൂ. 100 കോടി രൂപ കാണാനില്ല എന്ന് പറഞ്ഞ് KSRTC അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ ചെന്നപ്പം കോടതിയിൽ നിന്ന് ഗവൺമെന്റിന്റെ ഭാഗം പറഞ്ഞ് അത് അന്വേഷിക്കേണ്ട. ഇവരുടെ കളക്ഷനിലെ വേരിയേഷൻ, തങ്ങളിലുള്ള വ്യത്യാസം 100 കോടി രൂപ എലി തിന്നതാണോ പാമ്പ് കടിച്ചോണ്ട് പോയോന്ന് അറിയത്തില്ല. ആ സാധനം ഇവർ ചെയ്തത്, ഒരു വ്യക്തി ഹൈക്കോടതിയിൽ കേസുമായിട്ട് പോയി.
ആ കേസുമായിട്ട് പോയിട്ട് കേരള ഗവൺമെൻറ് അവിടെ കോടതി പറഞ്ഞത് അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കും, ഈ കോടതികൾക്ക് സ്വയം അന്വേഷിക്കേണ്ടതാണ്. സ്വയാധികാരം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നാൽ ഇതൊരു പബ്ലിക് സ്ഥാപനമാണ്, ശരിയാണോ അന്വേഷിക്കാൻ കോടതി പറയുന്നത്? പക്ഷെ കോടതിയും പറഞ്ഞില്ല. എന്താ ഞാൻ പറഞ്ഞല്ലോ ഈ നിയമം ഉണ്ടാക്കാൻ ഇപ്പൊ നിലവിൽ സർക്കാരിന്റെ ബേസിൽ അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും മാസം ഒരു 10 ദിവസം ബസ്സേ കയറി ഈ പറഞ്ഞ അവൻ്റെ ജോലിയിലേക്കൊന്ന് വന്നിട്ട് തിരിച്ചു ബസ്സേ കയറി പോവുക. അന്നേരം അവൻ ഇതിൻ്റെ വിഷമം മനസ്സിലാവും. ഇപ്പോൾ പൊതുഗതാഗത രംഗം എത്രമാത്രം അധപ്പതിച്ചു എന്ന് മനസ്സിലാക്കാൻ ഈ ഉദ്യോഗസ്ഥന് ബസ്സിൽ യാത്ര ചെയ്യണം. ഒറ്റ ഒരുത്തനേലും ബസ് യാത്ര ചെയ്യുന്നവരുണ്ടോ? ഈ പറഞ്ഞ ഉദ്യോഗ എല്ലാവരും സ്വന്തം വണ്ടികളുമായിട്ട് പോവുകയാണ്. ആരാ മണ്ടൻ? ഈ പാവം ഈ ടാക്സ് അടച്ച സാധാരണക്കാരനാണ് അഴുകി വേർത്ത് നശിച്ചാണ് അവൻ വീട്ടിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സസ് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ബസ്സുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്ന് ഇപ്പം ഞാനിപ്പോ പറഞ്ഞപ്പോഴല്ലേ പുറത്തോട്ട് ആ സ്ഥാനത്ത് MD എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? 2 ടൈപ്പ് ബസ്സേ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. 1 സ്റ്റേജ് കാരേജ്, 2 കോൺട്രാക്ട് കാരേജ്. വേറെ ഒരു ബസ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നില്ല. എഡ്യൂക്കേഷൻ AITP എന്ന സാധനം ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചു. ഞാൻ ഇപ്പോഴും പറയാം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സസ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് ഇവർ ഈ നേരം വരാൻ വേണ്ടിയിട്ടുണ്ടോ? അല്ല, നാളെ തൊട്ട് ഇനി മിണ്ടിക്കോളൂ. അപ്പൊ ഇപ്പോൾ റോബിൻ ഗിരീഷ് തന്നെ കോയമ്പത്തൂർ കണ്ടുപിടിച്ചു, കൊളംബസ് അല്ലേ? കോയമ്പത്തൂർ കണ്ടുപിടിച്ച റോബിൻ ഗിരീഷ്, ബേബി ഗിരീഷ് അല്ല, ബേബി ഗിരീഷ് അല്ലേ? കോയമ്പത്തൂർ കണ്ടുപിടിച്ച ബേബി ഗിരീഷ് അടുത്ത കണ്ടുപിടുത്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന്റെ പേരിലും എങ്കിലും നടപടി എടുക്കുവാവോ? നടപടി എടുത്താൽ നല്ലത്. സർക്കാരിന് പണം കിട്ടുന്ന ഏർപ്പാടാണ്. പല ഇത് 50 ഇരട്ടി കൂടുതൽ ഈ സാധാരണ പിള്ളേരോട് മേടിക്കുന്ന വലിയ കഷ്ടമാണ്. അതിന് പരിഹാരം. ബസ്സിൽ ഒരു ബസ്സിൽ കപ്പാസിറ്റി എത്ര ആയിരിക്കും? എത്ര പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റും ഒരു സാധാരണ ഒരു ബസ്സിൽ? സീറ്റിങ്ങേ പറ്റുള്ളൂ. പക്ഷേ ആ ബസ്സിൽ 20 പേര് കയറുന്നിടത്ത് 100 പേരെ ഇടിച്ചു കയറ്റും. അതെല്ലാം അത് കയറ്റിക്കോട്ടെ. നമ്മൾ ചിന്തിക്കണം, വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡിങ്ങിൽ നിന്ന് യാത്ര ചെയ്യുന്നതും കൊണ്ട് ഒരു തെറ്റുമില്ല. അത് സ്റ്റാൻഡിങ് വേണമെങ്കിൽ അതിന്റെ ഫെസിലിറ്റി കൊടുക്കണം. ഇപ്പോൾ സ്വകാര്യ ബസ്സുകളിൽ പിള്ളേർ കയറി പോകുന്നുണ്ട്, അതിൽ എന്ത് സീറ്റിൽ ഇരുത്തി തന്നെ കൊണ്ടുപോകണം, പിള്ളേരെ നിർത്തിക്കൊണ്ട് പോയി. എന്തുകൊണ്ടാണ് പറയാത്തത്? കാരണം അത് വിഷയമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ വാർത്തയിൽ ഇടം പിടിക്കണം. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കാക്കി ഒക്കെ ഇട്ട് വന്നിട്ട് ബസ് ഒരു ചെക്കിംഗ് ഉണ്ട്. ഈ സ്കൂൾ ബസ്സുകൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ടൂറിന് പോകുമ്പോൾ എപ്പോഴും കൊണ്ടുപോയി തടഞ്ഞിട്ട് ഇത് ചെക്ക് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പൊതുജനത്തിന് ഇവരിറങ്ങി പിടിക്കുമ്പോൾ ഏതാണ്ടൊക്കെ വല്ലതൊക്കെ നടന്നു എന്ന് ഒന്നും നടക്കുന്നില്ല. വെറും ഗ്യാസാ. കാരണം വെറും ഗ്യാസ്. ശരി, അതിന് പെയിന്റ്, വെള്ള പെയിന്റ് വണ്ടി ഇടിച്ച ഉടനെ വെള്ള പെയിന്റ് മാറ്റി ലോകത്തിൽ ബോധമുള്ള ആരെങ്കിലും ഏതെങ്കിലും ലോകത്തിലുള്ള 150-180 രാജ്യങ്ങളിൽ ഇന്ന് വരെ ആരും പറഞ്ഞില്ല പെയിന്റ് അടിച്ചാൽ ആക്സിഡന്റ് മാറും. എന്നെ സംബന്ധിച്ച് എനിക്ക് രാഷ്ട്രീയമില്ല. ഇദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടോ? എനിക്ക് രാഷ്ട്രീയമില്ല എന്നുള്ളതിന്റെ ഏറ്റവും തെളിവ് ഞാൻ കാണിച്ചല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനെ ഞാൻ കൂടെ കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഇതിൽ ഞാൻ ആരുടെയും കൂടെ കൂടുകയില്ല. അപ്പം എൻ്റെ നമ്മളിപ്പോൾ ചാനൽ കൊണ്ട് നടക്കുന്നുണ്ട്, എല്ലാ പരിപാടിക്കും നമ്മളെ വിളിക്കുന്നവരുടെ എല്ലാ പരിപാടിക്കും പോകും. അപ്പം നമുക്ക് രാഷ്ട്രീയമില്ല. അച്ഛന് രാഷ്ട്രീയമുണ്ടോ? എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ടില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ റോബിൻ ഗിരീഷിന് രാഷ്ട്രീയമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നിരന്തരം? ഇതെന്താണെന്ന് വെച്ചാൽ ബുദ്ധിയില്ലാത്ത, ഇല്ലെങ്കിൽ ചിന്താശക്തി ഇല്ലാത്ത ഉദ്യോഗസ്ഥർ നയിക്കുന്ന മന്ത്രിയും അതിൻ്റെ ബാക്കി ഭാഗങ്ങളുമാണ് ഈ സംഭവം. ഗണേഷ് കുമാറിന് ചിന്താശക്തി ഇല്ലെന്നാണ്. ഗണേഷ് കുമാറിന് ചിന്താശക്തി ഉണ്ട്, പക്ഷെ ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ചുറ്റും ഇരിക്കുന്നത് ഈ പറഞ്ഞ ചിന്താശക്തി ഇല്ലാത്തവർ മാത്രമാണ്. ഇപ്പം നിങ്ങളാണല്ലോ, നല്ല വിവരമുണ്ട്. നിങ്ങൾ ചുറ്റും ഇരിക്കുന്ന ഞങ്ങളെല്ലാം തിരുമണ്ടന്മാരാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറ. നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്ന മുഴുവൻ തിരുമണ്ടന്മാരാ, ഞങ്ങളെല്ലാം മണ്ടന്മാരാ. നിങ്ങളെല്ലാം പറഞ്ഞാലും കൈയടിക്കും, ശരിയാന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ അതൊരു പോയിന്റാണ്. കാരണം ഇപ്പൊ തന്നെ വലിയൊരു പോയിന്റ് ഇപ്പൊ ചൂണ്ടിക്കാണിച്ചത് സ്കൂൾ ബസിന്റെ ഇഷ്യൂ തന്നെ. ഇവിടെ രണ്ട് തരത്തിലുള്ള വണ്ടികളെ റോഡിൽ ഓടുന്നു എന്നുള്ളത് അണയിട്ട് പറഞ്ഞ സ്ഥാനത്താണ് ഈ ഒരു കാര്യം. ഇതൊരു വലിയ കാര്യമാണ്. കാരണം ഒരു ഫുൾ